സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2026 ഓഗസ്റ്റ് 2 കൈത്താക്കാലം 4-ാം ഞായർ. നിധി ചാല സുഖമാ. രചന ജോസ് തട്ടിൽ ഇടപ്പള്ളി. നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ പ്രശസ്തമായ ദ ഗിഫ്റ്റ് എന്ന കൃതിയിൽ ഇപ്രകാരം എഴുതിവെച്ചു: വിശ്വാസം ക്ഷണഭങ്കുരമായൊരു നിധിയാണ്. ഒരു മിന്നൽ നേരം അത് തിളങ്ങി നിൽക്കും, അടുത്ത നിമിഷം മറഞ്ഞു പോകും. അതൊരിക്കലും സ്വന്തം പേര് വെളിപ്പെടുത്തുകയില്ല. അതിൻ്റെ ഈണം നമ്മെ നിശ്ചലരാക്കും. അതിൻ്റെ നൃത്തമോ ഒരു പാദസ്വരത്തിൻ്റെ നേർത്ത ചിലമ്പൊച്ചയിൽ കാറ്റിൽ അലിഞ്ഞു പോകുന്ന സ്വപ്നം പോലെ അപ്രത്യക്ഷമാകും. മനുഷ്യൻ്റെ ചോദനയെയും ഭാവനയെയും മോഹങ്ങളെയും ഒരുപോലെ ഉണർത്തുന്ന മനോഹരമായൊരു പദമാണ് നിധി. മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ആണ് പൊതുവെ നിധി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരിക. നിധിയെക്കുറിച്ചുള്ള കഥകൾ എക്കാലവും മനുഷ്യനെ മോഹിപ്പിച്ചിട്ടുണ്ട്. നിധി സ്വന്തമാക്കുന്നതിനായി സർവവും പരിത്യജിച്ച് ഇറങ്ങിത്തിരിച്ച മഹാത്യാഗികൾ, കയ്യിലൊരു നിധി ശേഖരം ഇരുന്നിട്ടും അത് അനുഭവിച്ചാസ്വദിക്കാൻ കഴിയാതെ പോകുന്ന നിർഭാഗ്യവാന്മാർ, നിധി സ്വന്തമാക്കാമായിരുന്ന അവസരങ്ങളെ അലസത നിമിത്തം പാഴാക്കിക്കളഞ്ഞവർ എന്നിങ്ങനെ വിവിധ സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെ നിരവധി നിധിക്കഥകളിൽ നാം കണ്ടുമുട്ടുന്നു. ഇന്നത്തെ തിരുവചന ഭാഗത്തിൻ്റെ കേന്ദ്ര വിഷയവും നിധി കണ്ടെത്തലാണ്. പക്ഷേ ഇവിടെ നിധി അനശ്വരവും വിലയിടാൻ സാധിക്കാത്തതുമായ സ്വർഗരാജ്യമാണ്. വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയോടും രത്നവ്യാപാരി കണ്ടെത്തിയ അതിശ്രേഷ്ഠമായ രത്നത്തോടും മത്സ്യബന്ധനത്തിനായി കടലിൽ എറിയപ്പെട്ട വലയോടുമാണ് സ്വർഗരാജ്യത്തെ ഈശോ ഉപമിച്ചിരിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സ്വർഗരാജ്യമാണെന്ന് വ്യക്തമായും ലളിതമായും ഈശോ പഠിപ്പിക്കുന്നു. അമൂല്യമായതെന്തും നേടാൻ തീവ്രവും ഏകാഗ്രവുമായ അന്വേഷണവും പരിശ്രമവുമൊക്കെ അനിവാര്യമാണ്. വിലയേറിയവ കണ്ടെത്തുമ്പോൾ മറ്റുള്ളവയെല്ലാം വില കുറഞ്ഞതായി മനുഷ്യൻ പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രതി സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നത്. ഓരോ മനുഷ്യനും ആദ്യം ജനിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞിരുന്നുവെന്ന് ജെറമിയ പ്രവാചകൻ വ്യക്തമാക്കുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ്റെ ജീവിതം തിരിച്ച് സ്വർഗം തേടിയുള്ള യാത്രയാണ്. ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുന്ന സ്വർഗീയ ഗണങ്ങളുടെ മധ്യേ വസിക്കുന്ന സ്വർഗസ്ഥനായ ദൈവത്തെ വെളിപാട് ഗ്രന്ഥം അവതരിപ്പിക്കുന്നുണ്ട്. തോമസ് അക്വിനസ് രചിച്ച വിഖ്യാതമായ ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ നീ ക്രിസ്തുവിന് യോഗ്യമായ ഒരു മന്ദിരം നിന്നിൽ തയ്യാറാക്കുകയാണെങ്കിൽ അവിടുന്ന് തൻ്റെ ആശ്വാസം നിനക്ക് തരികയും നിന്നിൽ എഴുന്നള്ളി വരികയും ചെയ്യും എന്ന് പഠിപ്പിക്കുന്നു. ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞു, എനിക്കെൻ്റെ ഈശോയെ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. ഈശോ എന്ന നിധി കണ്ടെത്തിയപ്പോൾ ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അസീസിയിലെ പ്രഭുകുമാരിയായ വിശുദ്ധ ക്ലാര സർവവും പരിത്യജിച്ച് സന്യാസം സ്വീകരിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൽ 7 ഉപമകളിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിവാക്കുന്നു. ഇതിൽ നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല. ഒളിഞ്ഞിരിക്കുന്ന നിധിയായ സ്വർഗരാജ്യം കണ്ടെത്തി അതിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഈ ലോകജീവിതത്തിൽ എടുക്കുന്ന ത്യാഗവും നേരിടുന്ന നഷ്ടങ്ങളും യഥാർത്ഥത്തിൽ ലാഭവും നിലനിൽക്കുന്ന ആനന്ദവും പ്രദാനം ചെയ്യാൻ പര്യാപ്തമാണ്.
ഈ ലോകജീവിതത്തിലെ സർവ്വ നേട്ടങ്ങളും സ്വർഗരാജ്യത്തെ അതുല്യമായ നേട്ടത്തിനായി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് നിലനിൽക്കുന്ന ആനന്ദം അനുഭവിക്കാൻ വരം ലഭിക്കുന്നത്. ദൈവരാജ്യമെന്ന നിധിയുടെ വില അളവില്ലാത്തതാണ്. ഈ അമൂല്യ നിധി കണ്ടെത്താനുള്ള അന്വേഷണത്വര ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് രത്നത്തിന്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ രക്ഷാകരമായ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമായതും അമൂല്യവുമായവയെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നിലനിൽക്കുന്നതും നഷ്ടപ്പെടുന്നതും വേർതിരിച്ചറിയുമ്പോൾ നിലനിൽക്കുന്നതിനെ അന്വേഷിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഈ അറിവില്ലാത്തവർ താൽക്കാലിക സന്തോഷങ്ങൾക്കും നശ്വരമായ നേട്ടങ്ങൾക്കും വേണ്ടി ജീവിതം പാഴാക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തോട് ഐക്യം പ്രാപിക്കുന്ന സ്വർഗരാജ്യമാണ്. മത്തായിയുടെ 13-ാം അധ്യായത്തിലെ അവസാനത്തെ ഉപമയിൽ സ്വർഗരാജ്യത്തെ എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിലേക്ക് എറിയപ്പെട്ട വലയ്ക്ക് തുല്യമായി അവതരിപ്പിക്കുന്നു. ഈശോയെ തിരസ്കരിക്കുന്ന ദുഷ്ടരുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. യുഗാന്ത്യത്തിലെ വിധിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ 3 ഉപമകളും പൊതുവായി നൽകുന്ന പരിചിന്തനം ഇപ്രകാരം ചുരുക്കി പറയാം. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നത് ഒരു ഇടം മാത്രമല്ല, അതൊരു അനുഭവം കൂടിയാണ്. സ്വർഗരാജ്യത്തിന്റെ ദൈവാനുഭവ തലങ്ങളെയാണ് ഉപമകൾ പ്രതിപാദിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ആന്തരികത വെളിപ്പെടുത്തുകയാണ് ഉപമകളുടെ ലക്ഷ്യം. സ്വർഗരാജ്യ പ്രവേശനം ഒരു പ്രത്യേക ജീവിതശൈലി ആവശ്യപ്പെടുന്നു. സ്വർഗരാജ്യം ആത്മീയ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. നമ്മുടെ ആത്മീയ യാത്ര ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തി എന്നതിനോടൊപ്പം എത്തിച്ചേരേണ്ട ഇടത്തിലേക്കുള്ള പ്രത്യേകമായ യാത്രാരീതി കൂടിയാണ്. സ്വർഗരാജ്യം എന്നതിനെ എ വേ ടു ഗോഡ്ലിനെസ് എന്നുകൂടി നിർവചിക്കാം. എൻ്റെ ജീവിതത്തിൽ തുടങ്ങി അപരനിലേക്ക് വളർന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, നിധി ഒളിപ്പിച്ചിരിക്കുന്ന, രത്നമിരിക്കുന്ന ദൈവിക ഇടത്തിൻ്റെ പേരാണ് സ്വർഗരാജ്യം. അപരജീവിതത്തിനുതകാത്തതെന്തും സ്വർഗരാജ്യ വഴിയിൽ നിന്ന് പിന്തള്ളപ്പെടും. കടുകുമണിയും വിത്തും വലയും വയലും നിധിയും രത്നവുമൊക്കെ സ്വർഗരാജ്യത്തിൻ്റെ പൂരകങ്ങളായി സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. നന്മയുടെ വിത്തുകളാകുക എന്നതാണ് സ്വർഗരാജ്യത്തിലേക്ക് വളരാനുള്ള ഏക മാർഗം. നാം എല്ലാവരും ദൈവം വസിക്കുന്ന ദേവാലയങ്ങളാണ്. ഈശോയോട് കൂടെയായിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗാനുഭവം. ദൈവദർശനത്തിനുള്ള ആവശ്യം വേണ്ട യോഗ്യത ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈശോ അരുളി ചെയ്തത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വർഗമുണ്ട്. അവിടെ ഈശോയുണ്ട്. അതാണ് നമ്മുടെ നിധി.